ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചാർട്ട് പേപ്പറിൻ്റെ പീസായിട്ടാണ് കേട്ടോ. അപ്പോൾ ചാർട്ട് പേപ്പർ ഇല്ലെങ്കിൽ കളർ പേപ്പറോ അല്ലെങ്കിൽ വൈറ്റ് പേപ്പറോ ആയാലും എടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏതൊരു ഫംഗ്ഷൻ വന്നാലും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഐഡിയ ആണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള കളർ വെച്ചിട്ടുള്ള ഒരു ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ കളർ പേപ്പർ എടുക്കാം. എന്നിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക. ഇതൊരു A4 സൈസിലാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിതാ ഇതിനെ ഇതേപോലെ ഹാഫായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും പറയാറുണ്ട് ബോയ്സ് തീമിലാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. അത് മാറ്റിയിട്ട് ഞാനിപ്പോൾ ഒരു ഗേൾസ് തീമിലോട്ട് കൊണ്ടുവരാനാണ് ഈ ഒരു ഇത് എടുത്തിട്ട്. അതാ കണ്ടോ, ഇങ്ങനെ മടക്കി ഇതുപോലെ വരണം. അതിനുശേഷം നമ്മളൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട്, വൈറ്റ് പേപ്പർ തന്നെ വേണമെന്നില്ല കേട്ടോ, ഏതെങ്കിലും ഒരു റഫ് പേപ്പർ എടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ഒരു സൈഡ് മാത്രം വരച്ചാൽ മതിയല്ലോ. അപ്പം എന്നിട്ട് ആ ഒരു ഇതിലൂടെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ നമ്മൾ ഹാഫ് ഫോൾഡ് ചെയ്ത് അതിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു 4 ഹാർട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇതേപോലെ വരയ്ക്കുമ്പോൾ പാറ്റേൺ വെച്ച് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു മെഷർമെൻറ്റ് കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അതിനെ ഒന്ന് പെൻസിലൊക്കെ വെച്ച് ഒന്ന് അതിൻ്റെ ഒരു ഷേപ്പ് കറക്റ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഒരു ഷേപ്പിൽ നമുക്കൊരു 4 വരച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു ബോ വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പെൻസിൽ കൊണ്ട് ആദ്യം വരച്ചു, അതിനുശേഷം ഞാനതിനെ ഔട്ട്ലൈൻ ഒരു ബ്ലാക്ക് കളറിൽ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ നോക്കി ചെയ്താൽ മതി. വളരെ ഈസിയാണ് കേട്ടോ ചെയ്യാൻ, കാണുന്ന പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളൊന്ന് ജസ്റ്റ് ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ബോ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡിലത്തെ ഭാഗം നമ്മളൊരു പെൻസിൽ വെച്ചിട്ടാണ് കളർ ചെയ്ത് കൊടുത്തത്. അതേപോലെ തന്നെ അതിനൊന്ന് ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഔട്ട്ലൈനിലും നമ്മൾ ഇതേപോലെ പെൻസിൽ വെച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ബ്ലാക്ക് ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ബാക്കി ഭാഗം നമ്മളിതാ റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു താഴത്തെ ഭാഗം നമ്മൾ ഫില്ല് ചെയ്യാണ്ട് വിട്ടിട്ടില്ലേ, അത് നമുക്കൊരു ബോ ഇങ്ങനെ മടക്കി വെച്ചൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്തെടുത്തത്. എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ഫുള്ളായിട്ട് നമ്മൾ റെഡ് കളർ കൊടുത്തെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് നല്ല ലുക്കായിരിക്കുമല്ലോ. അതിനുശേഷം അതിൻ്റെ താഴെയുള്ള ഭാഗത്ത് ഞാൻ കുറച്ചും കൂടെ ബ്ലാക്ക് കളർ കൊടുത്തു. പിന്നെ വീണ്ടും പെൻസിൽ കൊണ്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിനുശേഷം നമ്മുടെ ഈ ഹാർട്ട് ഷേപ്പുകളെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയായിട്ട് തോന്നി കേട്ടോ, സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും നമ്മുടെ ക്രാഫ്റ്റ് നൈഫ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ നമ്മൾ 4 ഹാർട്ടുകളും ഇങ്ങനെ കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ഹോള് പോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് കളറായാലും എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഹാഫായിട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ പേപ്പർ നമ്മളിവിടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒരു സൈഡ് നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും ഇപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഇതുപോലെ കാണാം. ഇനി ഈ ഒരു സൈഡിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ സൈഡുകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ സൈഡും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ 2 സൈഡുകൾ ഒട്ടിച്ചു കൊടുത്തു. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതാ കണ്ടോ, കുറച്ച് പുറത്തോട്ട് നമ്മുടെ വൈറ്റ് കളർ പേപ്പർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ എക്സസ് ആയിട്ട് നിൽക്കുന്നതൊന്ന് കട്ട് ചെയ്ത് മാറ്റി ലെവൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സൈസിന് കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഉള്ളിലത്തെ പേപ്പർ എക്സസ് ആയിട്ട് നിൽക്കണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. എനിക്കത് ഇങ്ങനെ കണ്ടപ്പോൾ അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ കൊടുത്തു. എനിക്ക് തോന്നുന്നു ആദ്യമേ കളർ പെൻ വെച്ചിട്ടോ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ തോന്നി. ഞാൻ ആദ്യം പെന്ന് വെച്ചിട്ട് ചെയ്തു. അതിനുശേഷം പിന്നെ വീണ്ടും ഞാൻ കളർ പെന്നൊക്കെ വെച്ചിട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു ഇത്. അതിനുശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ്, 2022 എഴുതി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് 2022 പകരമായിട്ട് നമുക്കിപ്പോൾ വാലൻറ്റൈൻസ് ഡേക്കൊക്കെ കൊടുക്കുന്നത് വെച്ചാൽ ഐ ലവ് യു എന്നുള്ള ആ ഒരു കോഡ് ഇതിൽ കൊടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് ഇട്ടിട്ട് അതിനെന്തെങ്കിലും ഫ്ലവേഴ്സൊക്കെ വരച്ച് കൊടുത്താലും മതി. ഇനി ഇതൊരു ബലൂൺ പോലത്തെ ഒരു എഫക്റ്റാണ് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാത്തിലേക്കും ഇതേപോലെ ഒരു ലൈൻ കൊടുത്തിട്ട് ഈ ഹാർട്ട്സിനെയൊക്കെ ഈ ഒരു ബോയിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ജസ്റ്റ് ഒരു റിബൺ പോലെ തന്നെ വരച്ചു കൊടുത്ത് നമ്മൾ
ഗിഫ്റ്റുമിലൊക്കെ റാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കെട്ടില്ലേ, അതേപോലത്തെ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇതേപോലെ ഒന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കുകയാണ്. ഒരു ബ്ലാക്ക് സ്കെച്ച് പെൻ വെച്ചിട്ട് നമ്മളിതാ ഇതേപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഒന്ന് ജസ്റ്റ് ഉള്ളിൽ നമ്മൾ എഴുതി കൊടുക്കുകയാണ്. നമ്മുടെ ഏതാണോ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് എഴുതി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമുക്ക് ഹാപ്പി ന്യൂ ഇയർ ആണെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ബർത്ത്ഡേ ആണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി കൊടുക്കാം. ഞാൻ ആക്ച്വലി ഇത് ന്യൂ ഇയർ കാർഡായിട്ട് ഉണ്ടാക്കി വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. അത് ഓൾറെഡി ഞാൻ ബ്ലൂ കളറിൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് ഇതിപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ആക്കാമെന്ന്. അപ്പം എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഒന്ന് ക്രിയേറ്റീവായിട്ട് ആക്കുക. അതിന് ശേഷം ഇതിനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വൈറ്റ് പീസ് മാക്സിമം ഇല്ലാതെ ഒരു ബ്ലാക്ക് ലൈൻ മാത്രമായിട്ട് എടുക്കുക കേട്ടോ. ബ്ലാക്ക് ലൈനിലൂടെയല്ല കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ? ഇനി നമുക്ക് ഇതിന് വേണമെങ്കിൽ ഒന്ന് ഔട്ട്ലൈനൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കാർഡ് ഇതിന് ലാസ്റ്റ് നമുക്ക് ഈ ഒരു പെൻസിൽ കൊണ്ടൊന്ന് ജസ്റ്റ് അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലോട്ട് മേർജ് ആയിട്ടിരിക്കുന്ന പോലെ ആവും. ഇനി അതിനുശേഷം വീണ്ടും ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒരു പഞ്ച് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ഇങ്ങനത്തെ ബിന്ദീസ് പോലെ കിട്ടില്ലേ, അതെടുത്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഞ്ചിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ സർക്കിൾ എന്തെങ്കിലും വെച്ച് വരച്ചിട്ട് ജസ്റ്റ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. പഞ്ചിങ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ അതിൽ എവിടേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടേക്ക് ഞാൻ ആദ്യമേ ഗ്ലൂ അപ്ലൈ ചെയ്തു. അതിന് ശേഷം ഇതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റോൺസോ സ്റ്റിക്കേഴ്സോ ഒക്കെ ഒട്ടിച്ച് കൊടുക്കാം. പക്ഷേ ഇതാകുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ, ഒരു വൈറ്റ് പേപ്പർ ഇല്ലാത്തവരുണ്ടാവില്ല. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ അതിനെ കുറച്ചും കൂടെ ഒന്ന് നല്ല മൊഞ്ചായി കിട്ടും കേട്ടോ, ഇങ്ങനെ വൈറ്റ് പേപ്പറും കൂടെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ. അപ്പോൾ അതാ നമ്മൾ ഇതേപോലെയൊക്കെ ഒട്ടിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിന് പകരമായിട്ട് നമുക്ക് എഴുതി കൊടുക്കാം. ഇനി ഇതാ അപ്പോൾ നമുക്ക് ഉള്ളിൽ ഞാൻ ജസ്റ്റ് ഹാർട്ട്സ് വരച്ച് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എഴുതി കൊടുക്കുകയാണ്. ഇപ്പോൾ വാലൻറ്റൈൻസ് ഡേ ഒക്കെ ആണെങ്കിൽ നമുക്കിതാ ഇതിൽ ഫസ്റ്റത്തെ ഹാർട്ടിൽ ആയിന്നും ലാസ്റ്റ് വണ്ണിൽ യൂന്നും എഴുതിക്കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ഹാർട്ട് അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കില്ലേ. അപ്പോൾ വാലൻറ്റൈൻസ് ഡേ തീമും ആയി. അപ്പോൾ ഈ 2022 പകരമായിട്ട് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ 2022 എഴുതി കഴിഞ്ഞാൽ നമുക്കിത് ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ന്യൂ ഇയർ, അതുപോലെ തന്നെ മദേഴ്സ് ഡേ കാർഡ്, ഫാദേഴ്സ് ഡേ കാർഡ്, ഫാദേഴ്സ് ബർത്ത്ഡേ, മദേഴ്സ് ബർത്ത്ഡേ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൂ കളറിലുള്ള കാർഡ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള കളർ തീമിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും ബോയ്സിൻ്റെ തീമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഗേൾസിൻ്റെ തീമിലോട്ട് പിങ്കിലോട്ട് കടന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള തീമിലൊക്കെ നമ്മൾ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീണ്ടും വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.